ക്രിസ്റ്റൽ പാലസിനോട് 3-0 എന്നുള്ളൊരു സ്കോറിന് ലിവർപൂൾ പരാജയപ്പെട്ടു കർബാവ് കപ്പിൽ. അതും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടുള്ളത്, അതും ആൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കാരണം ലിവർപൂളിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെത്തറ്റിക്കാണ്. അവരുടെ ലാസ്റ്റ് മാച്ചസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ക്രിസ്റ്റൽ പാലസ് നമ്മൾ തന്നെ തുടങ്ങിയതാണ്. 2-1 സ്കോറിന് ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെടുന്നു. പിന്നെ ഗാലറ്റാസറി, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബ്രെൻഫോർഡ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്രിസ്റ്റൽ പാലസ്. ഇടയിലൊരു ഫ്രാങ്ക്ഫർട്ടിനെതിരെ 5-1 സ്കോറിന് ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചു എന്നല്ലാതെ ബാക്കിയൊക്കെ പരാജയമാണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡ്രോ. ഓക്കെ, സോ ലിവർപൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റിൽ 400 മില്യണോളം ചെലവഴിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. വളരെ വലിയ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ലിവർപൂളിൻ്റെ ഓഡിയൻസിന് ആ ഒരു ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സ്ലോട്ടിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 4 പോലും ഇല്ല ഇപ്പോൾ അവർ കറൻ്റ്. കണ്ടിന്യൂസ് ആയിട്ട് 4 മാച്ചസാണ് ലിവർപൂൾ പരാജയപ്പെട്ടത്. ഇപ്പോൾ ഫസ്റ്റ് സീസണിലാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം സ്ലോട്ടിന് ലിവർപൂൾ ടീമായിട്ട് അവർ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ടൈം എടുക്കും എന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പുതിയ ട്രാൻസ്ഫേഴ്സ് കൊണ്ടുവന്ന് അവരുടെ കറൻറ്റ് പ്ലേയേഴ്സുമായിട്ട് സിങ്കേപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്ലോട്ടിന് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. സോ ലിവർപൂൾ ഇനി തിരിച്ചു വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കണം. സോ